സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമായ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സൗഹൃദ കൂട്ടായ്മയായ സർഗ വീണ്ടും ഉണരുകയാണ്. നമ്മളെല്ലാവരും ചേർന്നത് ഉണർത്തുകയാണ്. കുറച്ച് സാമൂഹികമായ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കുറച്ച് മന്ദീഭവിച്ചിരിക്കുന്ന അവസ്ഥയിൽ ആയിരുന്നു. ഇനി നമുക്ക് അതിനെ വീണ്ടും ഉണർത്തണം. മാറുന്ന കാലഘട്ടത്തിൽ നമ്മൾ മാനസികമായി അനുഭവിക്കുന്ന പല വിഷമതകൾക്കൊക്കെ തന്നെ ഇത്തരം സൗഹൃദ കൂട്ടായ്മകൾ വളരെ ഒരു കരുത്താവാറുണ്ട് ഓരോരുത്തർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്രവർത്തിക്കേണ്ടത്, നല്ല നിലയിൽ ഉണരേണ്ടത് നമ്മുടെ ഒക്കെ ആവശ്യമാണ്. അതിന് പ്രാധാന്യവും ഉണ്ട് ഇത്തരം സൗഹൃദ കൂട്ടായ്മകൾക്ക്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായവും നിർദ്ദേശങ്ങളും ഒക്കെ ഇനി തുടർന്ന് ഞാൻ നമ്മുടെ ഈ സൗഹൃദ കൂട്ടായ്മയിലേക്ക് വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനി ഞാൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യം, നമ്മൾക്ക് മുഖ്യ പ്രഭാഷണത്തിനായിട്ട് വന്നിട്ടുള്ള മുഖ്യാതിഥിയായി എത്തിയിട്ടുള്ള ശ്രീമതി അജിത ടീച്ചറെ സ്വാഗതം ചെയ്യുകയാണ്. അജിത ടീച്ചറെ പറ്റി ഒരു വാക്ക്. കവയത്രിയും അഭിഭാഷകയും കവിതയുടെ ലോകത്ത് ഒരു ഇടം തന്നെ നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സുകുമാർ അഴീക്കോട് അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുള്ള നമ്മുടെ മുഖ്യാതിഥി അജിത ടീച്ചറെ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാന്യായ BC രജിസ്ട്രാർ, PVC എന്നിവരൊക്കെ തന്നെ ഇവിടെ പലരും സന്നിഹിതരാവാൻ ശ്രമിച്ചിരുന്നു, കഴിയാതെ വന്നിട്ടുണ്ട്. നമ്മളുടെ തുടങ്ങിയ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസേഴ്സിനെയും ഞാൻ ഈ വേദിയിലേക്ക് സർഗയുടെ പേരിൽ എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി, നമ്മുടെ ഹയർ ഓഫീസേഴ്സ്, പിന്നെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, മറ്റെല്ലാ സ്റ്റാഫുകൾ എല്ലാവരെയും ഒരിക്കൽ കൂടി അജിത ടീച്ചറെയും ഈ വേദിയിലേക്ക് ഞാൻ എൻ്റെ ഹൃദയപൂർവമായ സ്വാഗതം പറയുന്നു. അടുത്തതായി മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി ശ്രീമതി അജിത ടീച്ചറെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, മാസ്കുകൾക്ക് മുകളിലുള്ള കണ്ണിലെ മനോഹരമായ സന്തോഷവും പുഞ്ചിരിയും കാണുന്നുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സദസ്സിനെയൊക്കെ അഭിമുഖീകരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഒന്നുകൂടെ സന്തോഷം, എൻ്റെ ടീച്ചറാണെന്ന് പറയുന്ന കുട്ടികളും ഉണ്ട്, ഞാൻ പഠിപ്പിച്ച എൻ്റെ കുട്ടികളും ഉണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. നമ്മളിവിടെ കവിതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രഭാഷണം എന്നൊന്നും പറഞ്ഞുകൂടാ. പ്രഭാഷണം വലിയൊരു കലയാണ്. പണ്ട് മാർക്ക് ആൻ്റണി തുടങ്ങി വെച്ച് നമ്മുടെ മുന്നിൽ ഇപ്പോൾ അഴീക്കോട് മാഷ് കടന്നുപോയി, വിജയൻ മാഷ് കടന്നുപോയി, സുനിൽ മാഷും ആശാമേനോനും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന ആ മനോഹരമായൊരു കല, അതാണ് പ്രഭാഷണം. അങ്ങനെ ഒരു പ്രഭാഷണത്തിനൊന്നുള്ളൊരു കഴിവെനിക്കില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്ന് മാത്രം. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കവിതയെക്കുറിച്ചാണ്. എന്താണ് കവിത എന്നുള്ളതിനെക്കുറിച്ച്. ഓരോരുത്തരെയും സംബന്ധിച്ച് ഏറ്റവും വ്യക്തിപരമായ ഒന്നാണ് കവിത. സത്യത്തിൽ എൻ്റെ ഇന്ന് നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന അത്രയും വ്യക്തിപരമായ ഒന്ന്. ആ എൻ്റെ എന്ന ആ സങ്കല്പം ഒരുപക്ഷെ നിൻ്റേതായിക്കൊള്ളണമെന്നില്ല. അതിനാരും പരിഭവം വിചാരിക്കേണ്ട കാര്യമില്ല. ഏറ്റവും സ്നേഹത്തോടെ എൻ്റെ എന്ന് ചേർത്ത് നിർത്തുന്ന പലതും മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ സാധിച്ചെന്ന് വരില്ല. അത് നമ്മുടെ കുറവോ മറ്റുള്ളവരുടെ കുറവോ അല്ല. അത്രയും വ്യക്തിപരമായ ഒന്നാണ് കവിത. ആ കവിത എൻ്റെ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം എൻ്റെ കവിതയെക്കുറിച്ച് തന്നെ
പരിചയപ്പെടുത്താമെന്ന്. വളരെ വൈകി മാത്രം കവിതയിലെത്തിയ ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ 43-ാമത്തെ വയസ്സിലാണ് എൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം പുറത്തു വരുന്നത്. അതിനു മുമ്പ് ഞാൻ എഴുതിയിരുന്നോ എന്ന് ചോദിച്ചാൽ എഴുതിയിട്ടുണ്ടാകാം. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ബാലപംക്തിയിൽ കുട്ടേട്ടൻ്റെ ഒരു കവിത വരുന്നത്. എൻ്റെ സമകാലീനരായ ആളുകൾക്ക് ഒരു പക്ഷേ അതൊരു അറിയാമായിരിക്കാം. ആ കവിത വരുന്നത് ആദ്യമായി 9ാം ക്ലാസ്സിൽ ആരോടും ചോദിക്കാതെ തന്നെ അമ്മാവന് എഴുതുന്ന കത്തുകൾ, പോസ്റ്റ് കവറുകളിലാണ് അത് എഴുതിയിരുന്നത്. അത്തരമൊരു കവറിൽ പുസ്തകത്തിൽ നിന്നൊരു പേജ് പറിച്ചെടുത്ത് എഴുതിയ ഒരു കവിതയാണ്. 364 വലിയ തൂവലുകളും ഒരു കുഞ്ഞു തൂവലുമായി ഒരു വർഷാന്ത്യ പക്ഷി പറന്നു പോകുന്നു മേഘങ്ങൾക്കിടയിലൂടെ എന്ന് തുടങ്ങുന്ന ഒരു കവിത. അതുമാത്രമേ എനിക്കിപ്പോഴും ഓർമ്മയുള്ളൂ. ആ കവിത വന്ന് അതിനാരും അത്യത്ഭുതങ്ങളൊന്നും കാണിച്ചിരുന്നില്ല വീട്ടിലും. കാരണം ഒരു സാധാരണ കർഷകൻ്റെയും അധ്യാപികയായ അമ്മയുടെയും മകളാണ് ഞാൻ. അത്രയും വലിയൊരു കാര്യമാണ് ചെയ്തതെന്ന് ആരും പറഞ്ഞില്ല. പകരം വായിക്കാൻ പുസ്തകങ്ങൾ തന്നു. ആ പുസ്തകങ്ങളിലൂടെ ഞാൻ അറിഞ്ഞ ലോകമാണ് പിന്നീടുള്ളത് മുഴുവൻ തന്നെ. നന്നായി കവിത എഴുതുന്നുവെന്നോ ഇനിയും കവിത എഴുതണമെന്നോ ആരും പറഞ്ഞൊന്നുമില്ല. അത് ആരുടെയും കുഴപ്പമൊന്നുമല്ല. സ്വയം നന്നാവട്ടെ അല്ലെങ്കിൽ സ്വയം എഴുതിക്കോട്ടെ എന്ന് കരുതി കാണണം. പിന്നെ കവിത എഴുതുന്നത് ഞാൻ ഡിഗ്രി 2nd ഇയറിന് പഠിക്കുമ്പോഴാണ്. 2nd ഇയറിന് പഠിക്കുമ്പോൾ വിമല കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. ക്ലാസ് കട്ട് ചെയ്യാൻ ആകെ ഒരൊറ്റൊരവസരം ഇത്തരം ആർട്സ് ഫെസ്റ്റിവലുകളാണ്. അന്ന് കവിത എഴുതാൻ പോയി. ആ കവിതയ്ക്ക് സമ്മാനം കിട്ടിയപ്പോൾ അന്ന് ആ കവിത ജഡ്ജ് ചെയ്തത് പ്രസിദ്ധ കവിയായ ബാലചന്ദ്രൻ ചുള്ളിക്കാടായിരുന്നു. അദ്ദേഹം ആ കവിത എഴുതിയ ആളെ അന്വേഷിച്ചു വന്നു കോളേജിലേക്ക്. അന്നു മുതൽ ഞാനന്നുണ്ടായിരുന്നില്ല അവിടെ, ഹോസ്റ്റലിലായിരുന്നു, വീട്ടിലേക്ക് പോന്നിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മേൽവിലാസം തപ്പിയെടുത്ത് അദ്ദേഹത്തിന് കത്തയച്ചു. ആ കത്തിലൂടെ തുടങ്ങിയ സൗഹൃദത്തിലൂടെ എന്നിൽ എന്താണുള്ളതെന്ന് എനിക്ക് കവിത എഴുതാൻ, കവിതയോട് കൂടുതലും അടുക്കാനായിട്ട് അന്നും വർഷങ്ങൾക്ക് ശേഷം ഇന്നും ഏറ്റവും വലിയ പ്രചോദനം നൽകുന്നത് ആ മനുഷ്യനാണ്. അത് കഴിഞ്ഞു കവിത അവിടെ വെച്ച് നിർത്തി. പിന്നെ ജീവിതത്തിൻ്റെ തിരക്കുകളായി. അതെല്ലാം കഴിഞ്ഞ് 2014 ആദ്യത്തെ കവിതാ സമാഹാരം എന്ന് പറഞ്ഞ്, അതിനു മുമ്പ് ഒരു ആനുകാലികങ്ങളിലൊന്നും എഴുതിയിട്ടില്ല. ഇതെല്ലാം കൂട്ടി തട്ടിക്കൂട്ടി കൊടുത്ത് ഒരു പുസ്തകമായി ഇറക്കുമ്പോൾ അന്ന് വേദിയിലുണ്ടായിരുന്ന നീലൻ പ്രേംജിയുടെ മകനാണ്. അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇത് അടുക്കള കവിതകളാണെന്ന്. സത്യമാണത്. അത്രയും കാലം ആ ലോകത്ത് മാത്രം ഒരുങ്ങിക്കൂടി എനിക്ക് അടുക്കള കവിതകളല്ലാതെ മറ്റൊന്നും എഴുതാൻ അറിയില്ലായിരുന്നു. ആ കവിതകൾക്ക് ശേഷം, ആ പുസ്തകത്തിന് ശേഷം എനിക്ക് കവിത എഴുതാമെന്ന് എനിക്ക് തോന്നിയതിന് ശേഷം, എൻ്റെ പ്രാരാബ്ധങ്ങളെല്ലാം ഒന്നൊതുങ്ങിയതിന് ശേഷം മാത്രമാണ് ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങിയത്. അതിനുശേഷമാണ് 2017 അവിശുദ്ധ മുറിവുകൾ എന്ന കവിത സമാഹാരം ഇറങ്ങുന്നത്. അതിന് കിട്ടിയ അംഗീകാരമാണ് 2019 ദി ഇൻസ്ട്രുമെൻ്റ് ബോക്സ് എന്ന് പറയുന്ന 3ാമത്തെ സമാഹാരം. ഞാനിത് പറഞ്ഞത് എൻ്റെ കവിത ഇതാണ്. ഈ കവിതയോട് എനിക്ക് മാനസികമായുള്ള അടുപ്പം, അല്ലെങ്കിൽ അതിൻ്റെ രക്തമാണെന്ന് പറയുന്ന ഈ അടുപ്പം ഇത് വായിക്കുന്ന മറ്റാർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിനർത്ഥം അത് നല്ലതല്ലെന്നോ അല്ലെങ്കിൽ അത് നല്ലതാണോ എന്നല്ല. അത്രയും വ്യക്തിപരമാണ് ഒരാളുടെ കവിത എന്ന് പറയുന്നത്. ഏത് സാഹിത്യ സൃഷ്ടിയും അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷേ കവിതയാണ് വൺ ഓഫ് ദ ഹയസ്റ്റ് ലിറ്റററി ജോണേഴ്സ് എന്ന് പറഞ്ഞത് സർ ഫിലിപ്പ് സിഡ്നിയാണ്. 16ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ കവിതയെക്കുറിച്ച് വന്ന ഏറ്റവും വലിയ ആരോപണം സ്റ്റീഫൻ ഗോസൻ എന്നൊരു എഴുത്തുകാരനാണ് അത് പറഞ്ഞത്. പോയട്രി ഈസ് ദ മദർ ഓഫ് ലൈസ്. അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞതാണ്, നോ, ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ ഹയസ്റ്റ് ജോണേഴ്സ് ഓഫ് ലിറ്ററേച്ചർ, ഇറ്റ് ഈസ് നോട്ട് ദ മദർ ഓഫ് ലൈസ് എന്നുള്ളത്. അതാണ് കവിത എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ തീർത്തും വ്യക്തിപരമായ ഒന്ന്, അത് സാമൂഹികപരമായ ഒന്നിലേക്ക് നിങ്ങളുടെ സങ്കടം എൻ്റെയും കൂടെ സങ്കടമായി എനിക്ക് സ്വാംശീകരിക്കാൻ സാധിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കണ്ണിലൂടെ അത് നോക്കാൻ സാധിക്കുമ്പോൾ ഞാനൊരു നല്ല മനുഷ്യനാകുന്നു. അങ്ങനെ നല്ലവനായൊരു മനുഷ്യന് മാത്രമാണ് നല്ലൊരു കലാകാരനാകാൻ സാധിക്കൂ. ആ നല്ല കലാകാരന് മാത്രമാണ് ഒരു കവിയാകാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് തീർത്തും വ്യക്തിപരമായ ഒന്നാണ്.
ഈ ഭാഗത്തേക്ക് തലചരിക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ്. ഒരു സ്പൈനൽ സർജറി കഴിഞ്ഞ് ഒരു ഭാഗത്തേക്ക് തല കൃത്യമായി ചരിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അതാണ് കവിത എന്ന് പറയുന്നത്. എന്താണ് കവിത? കവിതയെക്കുറിച്ച് ഗദ്യം പദ്യമല്ലാത്തത് ഗദ്യമെന്നും ഗദ്യമല്ലാത്തത് പദ്യമെന്നും പറയുന്നുണ്ട്. പക്ഷേ എന്നെ തൃപ്തിപ്പെടുത്തിയ കവിതയുടെ നിർവചനം വേർഡ്സ്വർത്തിൻ്റേത് തന്നെയാണ്. സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. അതിശക്തമായ വികാരങ്ങളുടെ അനുസ്യൂതമായ കുത്തൊഴുക്ക്. റീകലക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. പരമശാന്തതയിലേക്കുള്ള ഊറിത്തെളിയൽ. ഇത് തന്നെയാണ് കവിത. ഇതിന് വേറെ എവിടേക്ക് നമ്മൾ പോകേണ്ട, വയലാറിലേക്ക് ചെന്നാൽ മതി. അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം, അല്ലേ? നിശബ്ദത പോലും ഇന്നു നിശബ്ദമായി. വന്നവർ വന്നവർ നാലുകെട്ടിൽ തങ്ങി ഇന്നു ഞാൻ നിഴലുകൾ പോലവേ, നിഴലുകൾ മാതിരി. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ്, അച്ഛൻ്റെ മരണത്തിന് ശേഷം, അദ്ദേഹം അത്തരത്തിലൊരു കവിത എഴുതിയത്. റീകലക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി അല്ലാതെ മറ്റെന്താണ് അവിടെ കവിത വരുന്നത്? അതേസമയം അതേ വയലാർ തന്നെ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ, അതിശക്തമായ വികാരങ്ങൾക്ക് അനുസ്യൂതമായ കുത്തൊഴുക്ക് പോലുള്ള കവിതകൾ എഴുതിയിട്ടുണ്ട്. വാളൻ സമരായുധം ജനജനധ്വാനം മുഴക്കുവാൻ ആളല്ല ഞാൻ, എൻ കരവാള് വിറ്റൊരു മണി പൊൻവീണ വാങ്ങി ഞാൻ. റിയലി അത് അനുസ്യൂതമായൊരു കുത്തൊഴുക്ക് തന്നെയാണ്. ഇത് കവിതയാണ്, ഏറ്റവും ശക്തമായുള്ള കവിതയാണിത്. ഇതേ നിർവചനം തന്നെ വേർഡ്സ്വർത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണവർണ്ണമുള്ള ഡഫോഡിൽസ് പുഷ്പങ്ങളെ കാണുമ്പോൾ കവിത എഴുതുന്ന അദ്ദേഹം ദി സൗണ്ടിങ് കാറ്ററാക്ട്സ് ഹോണ്ടഡ് മീ ലൈക്ക് എ പാഷൻ എന്നൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതേ മനുഷ്യൻ തന്നെയാണ് പറഞ്ഞത് റിസൊല്യൂഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിതയിൽ. വളരെ ശാന്തമായി ഒന്നും ചെയ്യാനില്ലാതെ നടക്കുന്ന വേർഡ്സ്വർത്തിന് അദ്ദേഹത്തിന് ജീവിതത്തോട് മടുപ്പ് തോന്നിയ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരിയായ ഡൊറോത്തി വേർഡ്സ്വർത്തും കൂടെ ഒരു ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ഒരു പുലർക്കാലത്ത് തലേന്ന് പെയ്ത മഴയുടെ ശബ്ദം കേട്ട് താഴ്വരയിലൂടെ നടക്കുമ്പോൾ അകലെ ഒരു ചതുപ്പ് കുണ്ടിനടുത്ത് ഒരു മനുഷ്യൻ നിൽക്കുന്നു. ഹീസ് ബെൻഡ് ഡബിൾ. അവിടേക്ക് ചെല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഇത്രയും ആപത്തുള്ള ഒരു സ്ഥലത്ത് നിൽക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നോ? അയാൾ പറഞ്ഞു, ഐ എം എ ലീച്ച് ഗാദറർ. ഈ അട്ടകളെ പിടിച്ചാണ് ഞാൻ ജീവിതമാർഗം കഴിക്കുന്നതെന്ന് പറഞ്ഞു. ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ ഒരു ഊർജമുണ്ട്. നമ്മുടെ വേർഡ്സ്വർത്തിനെ തിരിച്ചു കൊണ്ടുവന്നത് അതാണ്. അപ്പോൾ ഈ രണ്ടും കവിതയാകാം, ആകാതിരിക്കാം. ഇതല്ലാതെയും ആകാമല്ലോ. വീണുപോയൊരു പുഷ്പത്തെ നോക്കിയല്ലേ ആശാൻ മഹാകാവ്യം ചമച്ചത്. വെട്ടിയകറ്റിയ ഒരു മരത്തിൻ്റെ ഒറ്റ കൊമ്പിലിരിക്കുന്ന കിളിയെ നോക്കി സുഗതകുമാരിക്ക് കവിത എഴുതാം. വാൽഡൻ താഴ്വരയിൽ പറന്നുപോയൊരു പക്ഷിയുടെ തൂവൽ വീണത് നോക്കി തോറോവിന് കവിത എഴുതാം. ലില്ലാക്ക് പുഷ്പത്തിൻ്റെ ഒറ്റ ഇതൾ കണ്ടാൽ വിറ്റ്മാൻ കവിത എഴുതുന്നുണ്ട്. തൻ്റെ പൂന്തോട്ടത്തിൽ പറന്നുപോയൊരു രാപ്പാടിയുടെ പാട്ടിന് പുറകെ കിഡ്സ് കവിത എഴുതിയിട്ടുണ്ട്. ഇതല്ലേ കവിത എന്ന് പറയുന്നത്? ഭാവനയിലൂടെ ഒരു ലോകത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ വാട്ട് ഈസ് റിയാലിറ്റി, എന്താണ് യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തിൻ്റെ തരിമ്പ് നോക്കി ഭാവനയിലേക്ക് കടന്നു പോകുമ്പോൾ കവിത സാധ്യമാകുന്നുണ്ട്. ഇത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കാം. വയലാർ തന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനെൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു. സർഗശക്തി കവിതയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വയലാർ. ചങ്ങമ്പുഴയുടെ മനസ്സിനി എന്ന് പറയുന്ന ഒരു കവിത എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഏറ്റവും നല്ല കവിതാ സങ്കല്പം അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മലരുളി ചിതറും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കേ എഴുതാനുഴറി കൽപ്പന ദിവ്യമൊരഴകിനെ എണ്ണി മറന്നു ഞാൻ. അദ്വൈതാമൃത ഭാവസ്പന്ദിത വിദ്യുന്മേഖല പുൽകി ഞാൻ. മധുര സ്വപ്ന പദാവലി കൊണ്ടൊരു മായാലോകത്തെത്തി ഞാൻ. മധുര സ്വപ്ന പദാവലി കൊണ്ട് മായാലോകത്തെത്തുന്നത് കവിതയാണ്. ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ചുള്ളിക്കാടിൻ്റെ കവിത എന്താണ്?
ഇതെൻ്റെ രക്തമാണ്, ഇതെൻ്റെ മാംസമാണ്, ഇതെടുത്തുകൊള്ളുക. കവിതയാണത്. ജീവിതത്തിൻ്റെ കടലെ, കവിതയ്ക്ക് ഞങ്ങൾക്ക് നീ മഷിപ്പാത്രം. വൈലോപ്പിള്ളിയുടെ കവിത അതാണ്. ഇത്തരം കവിതയ്ക്ക് ഓരോരുത്തരും കൊടുക്കുന്ന മാനങ്ങൾക്കനുസരിച്ച് കവിത മാറുന്നുണ്ട്. ഈ കവിതയുടെ മാറ്റമാണ് പഴയതെന്നും പുതിയതെന്നും നമ്മളെ രേഖപ്പെടുത്തുന്നത്. ആ മാറുന്ന കവിതയെക്കുറിച്ചാണ് അല്പമെങ്കിലും നിങ്ങളോട് സംസാരിക്കാമെന്ന് പറഞ്ഞത്. കവിതയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് തീർത്തും സ്വാഭാവികമാണ്. ഓരോ കാലങ്ങൾ ചെല്ലുമ്പോഴും നമ്മുടെ ഭക്ഷണ രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ വേഷത്തിൽ, ജീവിതശൈലിയിൽ നാം മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പക്ഷേ ഈ മാറ്റങ്ങൾ എന്തുകൊണ്ട് സാഹിത്യത്തിൽ അവലംബിക്കാൻ നമ്മൾ മടി കാണിക്കുന്നു? ഇപ്പോഴും പഴയതും പുതിയതും എന്ന് വേർതിരിക്കുന്ന വിധത്തിൽ എന്തിനാണ് സാഹിത്യത്തെ മാറ്റി നിർത്തുന്നത്? ആ മാറ്റം ഉൾക്കൊള്ളാൻ എന്തുകൊണ്ട് മടിക്കുന്നു? പല കാരണങ്ങളുമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതിലൊന്നാണ്, കവിതയെ ഇപ്പോഴും ഏട്ടിലെ പശുവിനെ പോലെ തന്നെ കെട്ടിയിടാനാണ് നമുക്ക് താല്പര്യം. നമുക്കെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആസ്വാദക വൃത്തത്തിന് ഇപ്പോഴും താല്പര്യം. കവിതയിലെല്ലാ മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഒക്കെ ഒന്ന് പെട്ടെന്ന് നമുക്ക് ഓടിച്ചൊന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുക. അതിലെല്ലാം മാറ്റങ്ങളിൽ പണ്ട് കവിത ചമയ്ക്കുകയായിരുന്നു, ശ്ലോകങ്ങൾ ചമയ്ക്കുക, കവിത ചമയ്ക്കുകയായിരുന്നു. അതൊരു ഭാരപ്പെട്ട പണിയായിരുന്നു. അന്ന് എല്ലാവരും ഇന്ന് കവിത എഴുതുകയാണ്. നമ്മൾ വളരെ സുഗമമായി നമ്മൾ കവിത എഴുതുന്നുണ്ട്. എല്ലാവരും ഒരു പഞ്ചായത്തിൽ ആൾക്കാരെ എടുത്താൽ 80 ആള്, 100 ആളെ എടുത്താൽ 80 ആളുകളും കവിത എഴുതുന്നു എന്ന് പറയുന്നുണ്ട്. നല്ലതല്ലേ അത്? അവർ തീവ്രവാദ പ്രവർത്തനമൊന്നുമല്ലല്ലോ നടത്തുന്നത്, കവിത എഴുതുകയല്ലേ. അപ്പോൾ കവിതയിലുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാത്തത് എന്തുകൊണ്ടാണ്? കവിതയ്ക്കെന്നും ഒരു വരേണ്യ സ്വഭാവം ഉണ്ടായിരുന്നു. ആ വരേണ്യ സ്വഭാവത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരാൻ കവിത മടി കാണിക്കുന്നു, അല്ലെങ്കിൽ അത് ആസ്വാദകരാണ് സ്വീകരിക്കാൻ മടി കാണിക്കുന്നു, കവിതയല്ല. കാരണം ആ വരേണ്യ സമുദായത്തിൽ, അല്ലെങ്കിൽ വരേണ്യ ഒരു രൂപത്തിൽ നിന്നും ഭൂമുഖത്ത് ചാരുവസേരയിൽ ഇരുന്ന്, എഴുത്തുമേശയ്ക്കരികിലിരുന്ന്, ചാരിയിരുന്ന് ഭാവനയോടുകൂടി എഴുതുന്ന ഒരു കവിതാ സങ്കല്പം തന്നെ ഇന്ന് മാറി. എന്തിനെക്കുറിച്ചും കവിത എഴുതാമെന്നായി. അതിനൊരു വലിയ പങ്ക് അയ്യപ്പനുണ്ട്. അയ്യപ്പൻ്റെ ജീവിതത്തെ നമുക്ക് എഡിറ്റ് ചെയ്യാതെ അയ്യപ്പൻ്റെ കവിതയെക്കുറിച്ച് പറയുമ്പോൾ, കാറിടിച്ചു മരിച്ച മനുഷ്യൻ്റെ പോക്കറ്റിൽ നിന്ന് പാറി വീണ 5 രൂപ നോട്ടിലായിരുന്നു എൻ്റെ നോട്ടം എന്ന് അയ്യപ്പൻ പറയുമ്പോൾ, അത് വിശന്നിരിക്കുന്ന ഏതൊരു മനുഷ്യനും അങ്ങനെയല്ലേ നോക്കൂ എന്ന് നമുക്ക് ആലോചിക്കാം. അതിൽ പ്രകടമായൊരു വ്യത്യാസം കവിതയിൽ വരുത്തിയതിൽ അയ്യപ്പന് വലിയൊരു പങ്കുണ്ട്. കാരണം അന്ന് വരെ അത്തരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട്, അതിൽ രാമാനുജ പൈങ്കിളി പാടിയോരോ രാമായണമാണ്. ചാരിക പൈതലേ ചാരുശീലേ ആരോമലേ കഥാശേഷം ചൊൽക്ക എന്നാണ്. വരിക ആരോമലേ കഥാശേഷം ചൊൽക്ക. എഴുത്തച്ഛൻ നേരിട്ടല്ല കവിത എഴുതുന്നത്, അല്ലെങ്കിൽ കവിത ചൊല്ലുന്നത്. ശാരിക പൈതലേ എന്നാണ് പറയുന്നത്. കാരണം കേവല മനുഷ്യനായ എഴുത്തച്ഛന് ഭഗവാന്റെ പ്രതിരൂപമായ ശ്രീരാമനെ കുറിച്ച് കഥ എഴുതുന്നതിന് അദ്ദേഹം, അല്ലെങ്കിൽ കവിത എഴുതുന്നതിന് അദ്ദേഹത്തിൻ്റെ ഭക്തി സമ്മതിക്കുന്നില്ല. പക്ഷേ ഇന്ന് സതീശൻ മോരായി എന്നൊരു എഴുത്തുകാരൻ രാമായണത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു? സീത കാട്ടിലും ഊർമിള നാട്ടിലുമാണ് ഉപേക്ഷിക്കപ്പെട്ടത് എന്ന്. സീത കാട്ടിലും ഊർമിള നാട്ടിലുമാണ് ഉപേക്ഷിക്കപ്പെട്ടത്. രാമായണത്തിൻ്റെ മറ്റൊരു വായനയല്ലേ അത്? അതിനെന്താ മാറ്റം വരുന്നത്? അപ്പോൾ അത്തരത്തിലേക്ക് കവിതയെ തിരിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ, ദ ലാംഗ്വേജ് ഓഫ് പോയട്രി ഷുഡ് ബി ദ ലാംഗ്വേജ് ഓഫ് കോമൺ മാൻ എന്ന് പറയുന്ന വിധത്തിൽ, സാധാരണക്കാരന് മനസ്സിലാകുന്ന വിധത്തിൽ, അവന് പ്രാപ്യമാകുന്ന ഭാഷയിൽ, വാക്കുകളിൽ ആശയത്തെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ധൈര്യം കൊടുക്കുന്നത് പുതിയ കവിതയാണ്. എടുക്കുന്ന പ്രമേയങ്ങൾ ഒരുപക്ഷെ പഴയതു തന്നെ ആയിരിക്കാം, പക്ഷെ അതിൻ്റെ ഉപയോഗത്തിൽ വ്യത്യാസമുണ്ടായിരിക്കാം. ഉദാഹരണത്തിന് പ്രണയം കാലാകാലങ്ങളായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതാണ് പ്രണയം എന്നുള്ളത്. Rosy cheeks and lips may be withered away by the passage of time, but true love will be there എന്ന് ഷേക്സ്പിയർ പറയുമ്പോഴും, മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റെഡ് റോസ് എന്ന് ബൈറൺ പറയുമ്പോഴേക്കും കവിത മാറി.
അത് കഴിഞ്ഞ് നിരൂതി എത്തുമ്പോഴേക്കും അത് കുറച്ചുകൂടി ആ സ്പിരിച്വൽ എന്ന ലെവലിൽ നിന്നും മെറ്റീരിയലായി മാറിയിട്ടുണ്ട്. ഐ കിസ്ഡ് ഹെർ എഗെയിൻ ആൻഡ് എഗെയിൻ അണ്ടർ ദിസ് എൻഡ്ലെസ് സ്കൈ. അതിരെഴാത്തൊരു ഗഗനത്തിന് കീഴിൽ അവളെ ഞാൻ ഉമ്മ വെച്ചു തരുതര എന്ന് ചൊല്ലിക്കാണ്. ഇതേ പ്രണയ സങ്കല്പങ്ങൾ മലയാള കവിതയിലും മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലേ? പാടില്ല പാടില്ല നമ്മെ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ. ചങ്ങമ്പുഴ പറയുന്നുണ്ട്, മോറൽ പോലീസിങ്, മൊറാലിറ്റി ഈസ് ദ. അത് ചങ്ങമ്പുഴ പറഞ്ഞ് തീരുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്നായി. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ചുള്ളിക്കാട് എന്ത് പറഞ്ഞു? അന്ധമാം സംവത്സരങ്ങൾക്കും അപ്പുറം അന്ധമെഴാത്തൊരി, അന്ധമാം സംവത്സരങ്ങൾക്കും അപ്പുറം അന്ധമെഴാത്തൊരി, എനിക്ക് ഓർമ്മയില്ല, കുങ്കുമം തൊട്ടു വരുന്ന ശരത്കാല സന്ധ്യയാണെന്നും എനിക്കു നീ ഓമനേ. പ്രണയത്തിൻ്റെ തീവ്രതയിൽ വിരഹം പോലും ഭംഗിയാകുന്ന നിമിഷങ്ങളെക്കുറിച്ച് അത്തരം കവികൾ എഴുതിയിട്ടുണ്ട്. ദുഃഖമാണെങ്കിലും നിന്നെക്കുറിച്ചുള്ള ദുഃഖം എനിക്കെന്തൊരാനന്ദം ഓമനെ എന്നെഴുതുന്നു. അത് പ്രണയ സങ്കല്പമാണ്. മുരുകൻ കാട്ടാക്കട എത്തുമ്പോൾ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണമെന്ന വാക്കുമാത്രം. പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ PR രതീഷ് എന്ന കവിത എഴുതി വെച്ചിട്ടുണ്ട് പ്രണയത്തെക്കുറിച്ച്. ഒരിക്കൽ പെയ്താൽ മതി ജീവിതം മുഴുവൻ ചോർന്നൊലിക്കാനെന്ന്. പ്രണയ സങ്കല്പം മാറുന്നില്ലേ കാലത്തിനനുസരിച്ച്? ഏറ്റവും പുതിയ കവിതകളിൽ ഒരാൾ അടയാളപ്പെടുത്തുന്ന അയ്യപ്പൻ മൂലശ്ശേരി എന്ന ചെറുപ്പക്കാരൻ പ്രണയത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, നീ പ്രണയമെന്ന് എഴുതുമ്പോൾ ഞാൻ മരണമെന്ന് വായിക്കുന്നു എന്നാണ്. ഇറ്റ് ഈസ് ക്വൈറ്റ് റിയലിസ്റ്റിക്. സമീപ ജീവിതത്തോട്, സമകാലീന ജീവിതത്തോട്, ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതകളോട് ബന്ധപ്പെടുത്തി പ്രണയത്തെ പോലും എഴുതാൻ സാധിക്കുന്ന വിധത്തിൽ ധൈര്യമുള്ളവരായി തീർന്നിട്ടുണ്ട് ഇന്നത്തെ കവികൾ. അത് പുതിയൊരു സങ്കല്പമാണ്. പരിസ്ഥിതി അതുപോലെ വേറൊന്ന്, പ്രകൃതി സ്നേഹം. ചെറുശ്ശേരി പറയുന്നു, ആറ്റിലേക്ക് അച്ചുതാ ചാടല്ലേ ചാടല്ലേ, കാട്ടിലെ പൊയ്കയിൽ പോയി നീന്താം, ആറുമുണ്ടായിരുന്നു കാടുമുണ്ടായിരുന്നു അന്ന്. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം പൂത്ത മരങ്ങൾ തന്നെ എന്ന് ചങ്ങമ്പുഴ പാടുമ്പോഴും വസന്തം പൂത്തുലഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. മലിനീകൃതമായ ലോകത്ത് ഇനിയൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാണോ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാണോ എന്ന് ഇഞ്ചക്കാട് ബാലചന്ദ്രൻ എന്ന കവിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് സമകാലീനതയുടെ അല്ലെങ്കിൽ ഇന്നത്തെ ജീവിതത്തിൻ്റെ ലോകത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇതാണ് കവിതയിലെ വിഷയങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ. ഒരേ വിഷയങ്ങൾ തന്നെ സ്വന്തം ജീവിതത്തോട്, യാഥാർത്ഥ്യത്തോട്, പച്ചയായ ഓരോ സംഭവങ്ങളോട് ചേർത്ത് വായിക്കാൻ ധൈര്യത്തോടെ കഴിയുന്നു എന്നുള്ളതാണ് പുതിയ കവിതയിലെ ഏറ്റവും ഭംഗിയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഭാഷ വ്യത്യാസം വന്നിട്ടുണ്ട്. ഭാഷയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഇന്ന് ഒരു സൈബർ ലാംഗ്വേജ് പോലും പുറത്തേക്ക് വന്നിട്ടുണ്ട്. സൈബർ ലാംഗ്വേജ്, കാരണം മനുഷ്യന് മനസ്സിലാവുന്നത് എഴുതട്ടെ. നമ്മളൊരു കവിത വായിക്കുമ്പോൾ ശബ്ദ തരാവലിയൊന്നും എടുത്തു വെച്ച് ആർക്കും വായിക്കുന്നൊന്നുമില്ല. കവിത എഴുതുമ്പോൾ കവിതയുടെ ഭാഷ കൊണ്ടുള്ള ഗിമ്മിക്ക് കൂടി കവിതയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതൊരു സത്യമാണ്, അതിന് ഭംഗി കൂട്ടാൻ. പക്ഷേ അത് മാത്രമല്ല കവിത എന്നുള്ളൊരു തിരിച്ചറിവ് ഇന്നത്തെ തലമുറയിൽ എഴുതുന്നവർക്കുണ്ട് എന്നുള്ളതും വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കവിതയുടെ രൂപം, റൈം വേണോ, താളം വേണോ, വൃത്തം വേണോ, അല്ലെങ്കിൽ വൃത്തമില്ലാതെ എഴുതണോ, ഇത് ഓരോരുത്തരെയും സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. വൃത്തത്തിൽ എഴുതുന്ന പുതിയ കവികൾ ധാരാളമുണ്ട്, ഇല്ലാതെ എഴുതുന്നവരുമുണ്ട്. KGS പോലുള്ളവരൊക്കെ എഴുതുന്ന രണ്ട് തരത്തിലും എഴുതുന്നുണ്ട്. അത് എത്രത്തോളം സാധാരണ മനുഷ്യന് മനസ്സിലാകുന്നു എന്നുള്ളതാണ് വലുത്. അതിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. വൃത്തത്തിൽ എഴുതാത്ത കവിതകൾ ഒരു കാലത്ത്, ഹിറ്റ്ലറുടെ ഭരണകാലത്തൊക്കെ കവികളെയൊക്കെ ബാൻ ചെയ്തിരുന്ന ഒരു കാലത്ത്, വൃത്തത്തിലോ അല്ലെങ്കിൽ പുസ്തകങ്ങളിലോ എഴുതാൻ പറ്റാത്തൊരു കാലത്ത്, പൊതുസ്ഥലങ്ങളിൽ വെറുതെ എന്തുകൊണ്ടെങ്കിലും മരക്കഷ്ണങ്ങൾ കൊണ്ടൊക്കെ എഴുതി വെച്ചിരുന്ന കവിതകളുണ്ടായിരുന്നു. അത് ആഹ്വാനങ്ങളായിരുന്നു. അത് അങ്ങനെ വായിച്ച് കവിതയായി സ്വീകരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കവിതകൾ ഇന്നും നിലവിലുണ്ട്. ഇപ്പോൾ KR ടോണിയെ പോലുള്ള ആളുകളുടെ, വിവിധയെ പോലുള്ള ആളുകളുടെ കവിതകളൊക്കെ തന്നെ അത്തരത്തിൽ പുതിയതുപോലെ നടക്കാൻ പ്രാപ്തമാകുന്ന,
KR ടോണിയുടെ പ്ലമേനമ്മായി എന്നൊരു കവിതാ സമാഹാരമൊക്കെ പുതിയ രീതിയിൽ നടക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്കുള്ളൊരു വലിയ വഴികാട്ടിയായി തന്നെ നമുക്ക് അത്തരം കവിതകളെ കാണാൻ സാധിക്കും. അപ്പോൾ അതും കവിതയിൽ വരുന്നൊരു മാറ്റം തന്നെയാണ്. ഭാഷയിൽ മാറ്റം വരുന്നത് പോലെ പ്രമേയത്തിൻ്റെ രൂപങ്ങളിൽ അതിൻ്റെ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എങ്ങനെ മാറുന്നു എന്നതിനെ പോലെ തന്നെ ഏത് രൂപത്തിൽ എഴുതുന്നു എന്നുള്ളതും കവിതയിൽ വലിയൊരു തരത്തിൽ വിപ്ലവം ഉണ്ടാക്കിയതാണ്. ഇന്ന് തെരുവിൽ നടക്കുന്നതാണ് കവിത. ഇന്ന് കവിതയാണ് ലോകത്തെ ഏറ്റവും മുൻകൂട്ടി അല്ലെങ്കിൽ മുന്നിലേക്ക് നടക്കുന്നത്. വിപ്ലവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ തന്നെ പലതരത്തിൽ ഇപ്പോൾ നഗ്ന കവിത എന്ന് പറയുന്ന ഒരു ജോണറുണ്ട് പുതുതായിട്ട്. ഞാൻ കുരിപ്പുഴ ശ്രീകുമാറിൻ്റെ അതുപോലെ നമ്മുടെ മലയാളിയൊക്കെ തൃശ്ശൂരിലുള്ള തന്നെ ഒരു അലി കടുകശ്ശേരിയുണ്ട്. അവരൊക്കെ നഗ്ന കവിതകളുടെ ആളാണ്. ഇന്ന് ഞാൻ കുരിപ്പുഴയുടെ ഒരു കവിത വായിച്ചതാണ്. അവധി എന്നാണ് ആ കവിതയുടെ പേര്. ഈശ്വര, കണക്കുമാഷ് അവധിയായിരിക്കണേ. കണക്കുമാഷ് വന്നു, വഴക്കും കിട്ടി, ഈശ്വരൻ അവധിയായിരുന്നു എന്ന്. ഇത് ഒരു നഗ്ന കവിതയാണ്. അതായത് സാധാരണമായ കാര്യങ്ങൾ കവിതാരൂപത്തിൽ എഴുതി ഇടുമ്പോൾ അത് എത്രത്തോളം മനുഷ്യൻ അല്ലെങ്കിൽ വായനക്കാരന് അനുഭവേദ്യമാകുന്നുണ്ടോ അവിടേക്കാണ് സാഹിത്യം വിജയിക്കുന്നത്. അത് കവിത മാത്രമല്ല, ഏത് സാഹിത്യ രൂപവും അങ്ങനെ തന്നെയാണ് വിജയിക്കുന്നത്. അത് നിങ്ങളുടെ മനസ്സിനെ സ്പർശിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നിങ്ങളെ അത് വേട്ടയാടുന്നുണ്ടോ? അത് മറ്റുള്ളവരുടേതായ സങ്കടം എൻ്റേതായി സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അവിടെ സാഹിത്യം വിജയിക്കുന്നു. അത് കവിതയായാലും മറ്റേത് രൂപമായാലും. അതുകൊണ്ട് നിങ്ങളിൽ ഒരുപാട് പേർ കവിത എഴുതുന്നവരാണ്. കവിതയെക്കുറിച്ച് ഇതിലും കൂടുതലൊന്നും ആധികാരികതയോടെ സംസാരിക്കാൻ ഉള്ള കഴിവും എനിക്കില്ല. വളരെ കുറച്ച് കവിത എഴുതിയ ഒരാളാണ് ഞാൻ. കവിത പഠിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ കവിതയെക്കുറിച്ച് എൻ്റെ വീക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത്. കവിത എഴുതുന്നതിൽ പൂർണ്ണമായി വിജയിച്ചു എന്നൊന്നും എനിക്ക് പറയാൻ വയ്യ. എങ്കിലും കവിതയെക്കുറിച്ചുള്ള പുതിയ കവിതയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഇതൊക്കെയാണ്. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ സംസാരിക്കാം. തീർച്ചയായും എനിക്കാവുന്നതുപോലെ തന്നെ ഞാനും സന്തോഷം, സ്നേഹം ഒരിക്കൽ കൂടി പറയുന്നു. നന്ദി. ഭാവി പരിപാടിയൊന്നുമല്ല. എനിക്ക് സാധാരണ നമ്മൾ 5 മണിക്ക് കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ശീലമില്ലാത്തത് കൊണ്ട് 6, 6:30, 7 മണി വരെയൊക്കെ ഇരിക്കുന്നുണ്ട്. അവസാനം ഇറങ്ങാൻ നേരത്ത് എന്തെങ്കിലും ഒരു ഹൈക്കു കവിതയെങ്കിലും വായിക്കുക എന്നുള്ളൊരു ശീലമുണ്ട്, അല്ലെങ്കിൽ അത് കേൾക്കുക എന്നുള്ളൊരു ശീലമുണ്ട്. ടീച്ചറെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ സുഹൃത്തും എൻ്റെ അധ്യാപകനും കവിയും എഴുത്തുകാരനുമായിട്ടുള്ള ഡോക്ടർ കൃഷ്ണകുമാർ സാറാണ്. സാർ വഴിയാണ് ഞാൻ ടീച്ചറെ പരിചയപ്പെടുന്നത്. ഒരു ദിവസം ഇതുപോലെ വൈകിട്ടിരിക്കുമ്പോൾ ടീച്ചറുടെ 2 കവിതകൾ വായിക്കുന്നുണ്ടായി. ഒന്ന് സാക്ഷ്യം, 2 അതിൻ്റെ ടൈറ്റിൽ കൊണ്ട് തന്നെ വളരെ ഇഷ്ടപ്പെട്ടൊരു ടൈറ്റിലായിരുന്നത് ജോസഫ്, നീ ഇപ്പോഴും ബീഡി വലിക്കാറുണ്ടോ എന്നാണ് കവിത. ഇതിൽ 2ാമത്തെ കവിതയെക്കുറിച്ച് പറയാം. 2ാമത്തെ കവിത വല്ലാതെ ടച്ചിങ് ആണ്. ടീച്ചറുടെ എഴുത്ത് അത്രയും ശക്തമായതുകൊണ്ടും നമ്മളും ഏതാണ്ട് ആ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളത് കൊണ്ടും ടീച്ചർ പറഞ്ഞ പോലെ നമുക്കത് നമ്മുടെ കൂടി എക്സ്പീരിയൻസ് ആയി മാറുന്നുണ്ട് കവിത. കൗമാര കാലഘട്ടത്തിൻ്റെ ഒരു നല്ലൊരു പ്രണയം കൂടി അതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു ക്രിസ്മസ് രാത്രിയിൽ നക്ഷത്രങ്ങൾ വിരിയിച്ച ജോസഫ് ഭയങ്കരമായിട്ട് എനിക്ക് ടച്ച് ചെയ്ത ഒരു വരിയാണ്. നക്ഷത്രങ്ങൾ വിരിയിക്കുന്ന ജോസഫ്. നമ്മളൊക്കെ പല കാലഘട്ടത്തിലും അതുപോലെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊന്ന് സാക്ഷ്യം. സാക്ഷ്യം എന്നെ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആക്കിയൊരു കവിതയാണ്. വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിപ്പോയി ഞാൻ ആ കവിത വായിച്ചിട്ട്. വിരുന്നു പോകാറുണ്ട് ചില പെൺകുട്ടികൾ, അവർ തിരിച്ചു വരാറില്ല എന്നാണ് ടീച്ചർ പറഞ്ഞത്. വിരുന്നു പോകുന്ന പെൺകുട്ടികൾ, തിരിച്ചു വരാത്ത പെൺകുട്ടികൾ. ഉടനെ എനിക്ക് അത് വല്ലാതെ കണക്റ്റഡ് ആയിപ്പോയി. ഞാൻ ഒരു രാത്രി ഈ 10ാം അധ്യായം, ഉൾക്കിണർ എന്ന് പറഞ്ഞ 10ാം അധ്യായം
ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്ന ഒരു ശീലമുണ്ട്. കുട്ടിക്കാലം മുതൽ ആറാം ക്ലാസ് മുതൽ തന്നെ ആ ബുക്ക് അത്രയും അറ്റാച്ച്ഡാണ്, എൻ്റെ ഒപ്പമാണ് ആ ബുക്ക്. ഞാനത് പലപ്പോഴും നമ്മുടെ സെക്ഷനിൽ ലിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. 10ാം അധ്യായം ഭയങ്കരമായിട്ട് എന്നെ ഇപ്പോൾ ഈ പ്രായത്തിൽ ഈ മിഡ് 40s നിൽക്കുന്ന എനിക്ക് വല്ലാതെ ടച്ച് ചെയ്തിട്ടുള്ളതാണ് ഉൾക്കിണർ എന്ന് പറയുന്നത്. അതിൽ ആബിദയാണ് എനിക്ക് കണക്റ്റഡായിട്ട് വന്നത്. ടീച്ചർ പറഞ്ഞത് ഇങ്ങനെയാണ്: കരിമ്പനക്കൂട്ടങ്ങളിൽ ചെന്തൊണ്ടിപ്പഴം പോലെ ചുവന്ന് കിടന്നു. മെലിഞ്ഞുണങ്ങിയ ആബിദ മനസ്സിൽ വന്നു. ചെമ്പകപ്പൂവും അരളിയും ഒഴുകിപ്പോകുന്ന തോടും കടന്ന്, നെടുവരമ്പും കടന്ന്, ചെതലിയും കടന്ന്, കോമൻകാവും കടന്ന് കാളിക്കാവിലേക്ക് നടന്നു മറഞ്ഞ മെലിഞ്ഞുണങ്ങിയ പെൺകുട്ടിയാണ് ആബിദ. വല്ലാതെ ടച്ചിങ് ആയിപ്പോയി ടീച്ചർ ആ വരി. ആ നിമിഷം, ആ ഒരൊറ്റ നിമിഷം എൻ്റെ 11 വയസ്സുകാരി അപ്പുവിനെ കാണണമെന്ന് എനിക്ക് തോന്നി. വൈകി 6:30-7 മണിയൊക്കെ ആയി, ഇരുട്ടാണ്. അവിടെ ഇരിക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് ഹൊറർ സിനിമയുടെ ഒരു ലുക്കാണ് നമ്മളുടെ എക്സാം ബ്രാഞ്ചിന്. കർട്ടനുകളൊക്കെ ആടും, ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരു മൂളൽ വരും. ഒറ്റയ്ക്ക് ഇരിക്കരുത് കേട്ടോ. പെട്ടെന്ന് കാണണം തോന്നി. 16-21 വയസ്സുള്ള ചന്തുവിനെയും കുഞ്ഞുവിനെയും കാണണം തോന്നി എനിക്ക്. രാത്രി ട്രെയിൻ ഇറങ്ങിയോ, ബസ് കിട്ടിയോ, ഓട്ടോ കിട്ടിയോ, പരിചയമുള്ള ഓട്ടോക്കാരനാണോ, നമുക്ക് പരിചയമുള്ള ഓട്ടോക്കാരനാണോ ചോദിക്കുമ്പോൾ ഞാനത്ര കൊച്ചുകുട്ടിയൊന്നല്ല കേട്ടോ എന്ന് മറുപടി പറയുന്ന അവളെ കാണണം തോന്നി പെട്ടെന്ന്. അങ്ങനെ നമ്മളെ തൊടുന്ന കവിതകൾ എഴുതിയ ഒരാളെ നമുക്കിന്ന് കിട്ടുക എന്ന് പറഞ്ഞത് വലിയൊരു ഭാഗ്യമാണ്. ടീച്ചർ ഇനിയും എഴുതട്ടെ, ഇനിയും വായിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ. നിങ്ങൾ ചുരുങ്ങിയത് ഈ സാക്ഷ്യവും ജോസഫ് നീ ഇനിയും ഇപ്പോഴും ബീഡി വലിക്കാറുണ്ടോ എന്നുള്ള 2 കവിതയെങ്കിലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കുക. ടീച്ചർ അത് ചിലപ്പോൾ ചൊല്ലി കേൾപ്പിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ടീച്ചർ ഒന്ന് ചൊല്ലിയാൽ നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കവിതയുടെ പേര് ജോസഫ് നീ ഇപ്പോഴും ബീഡി വലിക്കാറുണ്ടോ? 8ാം ക്ലാസ്സിൽ തോറ്റുപോയ ഒരൊറ്റ കുട്ടിക്ക് തനിച്ചിരിക്കേണ്ടി വന്ന ബെഞ്ചിൽ ഓടിക്കയറിയിരുന്നപ്പോഴാണ് നിന്നെ എനിക്ക് അപ്പനെ മണത്തത്. നീയപ്പോൾ കർത്താവും ഞാൻ മറിയയുമായിരുന്നു. 8ാം ക്ലാസ്സിൽ തോറ്റുപോയ ഒരൊറ്റ കുട്ടിക്ക് തനിച്ചിരിക്കേണ്ടി വന്ന ബെഞ്ചിൽ ഓടിക്കയറിയിരുന്നപ്പോഴാണ് നിന്നെ എനിക്ക് അപ്പനെ മണത്തത്. നീയപ്പോൾ കർത്താവും ഞാൻ മറിയയുമായിരുന്നു. ജോസഫ് നീ ഇപ്പോഴും ബീഡി വലിക്കാറുണ്ടോ? യേശു പിറന്ന രാവിൽ പാട്ടുകുർബാനയ്ക്ക് ചുട്ടു മിന്നിച്ച് നടന്നപ്പോൾ നിന്റെ ചുണ്ടിലെ ഒറ്റ മിന്നാമിന്നിയിൽ 4 നക്ഷത്രങ്ങൾ പൂത്തു. നീയപ്പോൾ സോളമനും ഞാൻ ശോശനയുമായിരുന്നു. യേശു പിറന്ന രാവിൽ പാട്ടുകുർബാനയ്ക്ക് ചൂട്ടു മിന്നിച്ച് നടന്നപ്പോൾ നിന്റെ ചുണ്ടിലെ ഒറ്റ മിന്നാമിന്നിയിൽ 4 നക്ഷത്രങ്ങൾ പൂത്തു. നീയപ്പോൾ സോളമനും ഞാൻ ശോശനയുമായിരുന്നു. ജോസഫ് നീ ഇപ്പോഴും ബീഡി വലിക്കാറുണ്ടോ? ആദ്യ രാത്രിയിൽ അടുപ്പും അരമനയും ഒന്നായ വീട്ടിൽ അമർന്നു കിടന്ന് കിതച്ചപ്പോഴാണ് ബീഡി പുകയിൽ അത്തർ മണത്തത്. നീയപ്പോൾ ആദാമും ഞാൻ ഹവ്വയുമായിരുന്നു. ആദ്യ രാത്രിയിൽ അടുപ്പും അരമനയും ഒന്നായ വീട്ടിൽ അമർന്നു കിടന്ന് കിതച്ചപ്പോഴാണ് ബീഡിപ്പുകയിൽ അത്തർ മണത്തത്. നീയപ്പോൾ ആദാമും ഞാൻ ഹവ്വയുമായിരുന്നു. ജോസഫ് നീ ഇപ്പോഴും ബീഡി വലിക്കാറുണ്ടോ? ഒരു കർക്കിടകത്തിൽ കനത്ത മഴയെ മുച്ചൂടുമ്പിറാക്കി കനലില്ലാത്ത അടുപ്പിലേക്ക് ആഞ്ഞു തുപ്പിയപ്പോഴാണ് നിന്റെ ശ്വാസത്തിൽ ചോര തെളിഞ്ഞത്. നീയപ്പോൾ കായേനും ഞാൻ ആബേലുമായിരുന്നു. ഒരു കർക്കിടകത്തിൽ കനത്ത മഴയെ മുച്ചൂടുമ്പിറാക്കി
കനലില്ലാത്ത അടുപ്പിലേക്ക് ആഞ്ഞു തുപ്പിയപ്പോഴാണ് നിന്റെ ശ്വാസത്തിൽ ചോര തെളിഞ്ഞത്. നീ എപ്പോൾ കായനും ഞാൻ ആബേലുമായിരുന്നു. ജോസഫ്, നീ എപ്പോഴും ബീഡി വലിക്കാറുണ്ടോ? വേണ്ട ജോസഫ്. 6 അടി മണ്ണിൻ്റെ ഞെരുക്കത്തിൽ കുതിർന്നു പോയൊരു വീഞ്ഞപ്പെട്ടിക്ക് നിന്റെ ചുമയുടെ മുഴക്കം താങ്ങില്ല. നെഞ്ചൊന്ന് തിരുമാൻ, കണ്ണൊന്ന് നിറയ്ക്കാൻ ഒരിക്കലും ആവാത്ത വിധം നീ ഇപ്പോൾ പരേതനും ഞാൻ നിന്റെ വിധവയുമാണല്ലോ. വേണ്ട ജോസഫ്. 6 അടി മണ്ണിൻ്റെ ഞെരുക്കത്തിൽ കുതിർന്നു പോയൊരു വീഞ്ഞപ്പെട്ടിക്ക് നിന്റെ ചുമയുടെ മുഴക്കം താങ്ങില്ല. നെഞ്ചൊന്ന് തിരുമാൻ, കണ്ണൊന്ന് നിറയ്ക്കാൻ ഒരിക്കലും ആവാത്ത വിധം നീ ഇപ്പോൾ പരേതനും ഞാൻ നിന്റെ വിധവയുമാണല്ലോ. നന്ദി. അടുത്തതായി കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ കോമ്പറ്റീഷൻസിൻ്റെ സമ്മാനദാനം നടത്തുന്നു. അതിനോടനുബന്ധിച്ച് 2 വാക്ക് സംസാരിക്കാനായി അയാളുടെ ലക്ഷ്യം. സഹപ്രവർത്തകരെ, മുതിർന്ന ഓഫീസർമാരെ, സുഹൃത്തുക്കളെ, നമുക്ക് സർഗയുടെ ഇന്നത്തെ ചടങ്ങ് ഇതൊരു സർഗയുടെ ഒരു പുനരുജ്ജീവനം പോലെയാണ് നമുക്ക് തോന്നുന്നത്, അല്ലേ? അതായത് ഏകദേശം 2 വർഷമായിട്ട് നമുക്ക് ഒരു പരിപാടികളും നമ്മുടെ ക്യാമ്പസിൽ നടത്താൻ പറ്റിയിട്ടില്ല. പ്രധാനപ്പെട്ട ഒരു പരിപാടികൾ നടത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല സർഗ എന്ന് നമുക്കറിയാം. അതിന് കാരണം എന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് നമുക്ക് കോവിഡ് വന്ന കാരണം നമുക്കൊരു മീറ്റിംഗ് കൂടാനോ ഒരുമിച്ച് കുറച്ച് 10 പേരെ വെച്ചിട്ട് ഒരു പരിപാടി നടത്താനോ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. കഴിഞ്ഞ 2020 നമ്മൾക്ക് ഓണാഘോഷങ്ങളും അതിനോടനുബന്ധിച്ച് വെർച്വലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും പിന്നീട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 2020 നടത്തിയ വെർച്വൽ ഓണാഘോഷത്തിന് നമുക്ക് കുറച്ച് പരിപാടികൾ, ഒരു 9 ഇനം പരിപാടികളുമായിട്ട് നമുക്ക് വെർച്വലായിട്ട് നമുക്ക് കുറച്ച് പരിപാടികളും അതിനുള്ള സമ്മാനങ്ങളൊക്കെ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ പരിപാടികളുടെ സമ്മാനം ലഭിച്ച ആൾക്കാർക്ക് നമുക്കിപ്പോൾ സമ്മാന വിതരണം നടത്തുന്നതായിരുന്നു. അതിന് വേണ്ടിയിട്ട് സെക്രട്ടറിയും കൂടി വിളിക്കുകയാണ്. Story Jayesh Exam, first prize. Roller Gopi Krishna, academic, first prize. Poem Raji, administration, first prize. Cartoon, first prize, Prasad, administration. Pookalam coloring, Nasia MK, IT section, first prize, Nasia MK. Drawing, first prize, Anup, care of Babida, administration. Cooking, first prize, Maya Ishwar, finance. Photography, first prize, Pranav Prashant, care of Ashalada, exam. Poem, second prize, Mega, exam finance. Drawing, second prize, Gopi Krishna, academic. Cooking, second prize, Ashwati, exam. Story, second prize, Divya Sharath, exam. Adikurupu, second prize, Sandeep, academic. Pookalam making, second prize, Ajesh, IT section. Adikurupu, second prize, Murshid, exam. Cooking, second prize, Suhana, academic. Cartoon, second prize, Gopi Krishna, academic. Poem, second prize, Sri Santosh, AR finance. Photography, third prize, Nawaz, academic section officer. Cartoon, third prize, Sujit, administration. Adikurupu, third prize, Preeti,
exam section officer. Photography, 3rd prize, Anup, care of Babita, administration. Poem, 3rd prize, Sabita Baburaj, administration. Story, 3rd prize, Maya Ishwar, finance. Cooking, 3rd prize, Anisha, exam sorting. Pukala coloring, 3rd prize, Sumesh, administration section officer. Drawing, 3rd prize, Meenakshi Prasad, care of Ashalada, exam. സമ്മാനാർഹരായ എല്ലാവർക്കും സഭയുടെ പേരിൽ ആശംസകൾ അറിയിക്കുന്നു. ഇനിയും എല്ലാവരും പങ്കെടുക്കണം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരും ഉൾപ്പെടുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായിട്ട് നന്ദി പ്രകടിപ്പിക്കുന്നതിനായി ഉണ്ണികൃഷ്ണനെ. നമസ്കാരം. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ മാറുന്ന കവിതാ സങ്കല്പങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ലളിതവും സരസവുമായ രീതിയിൽ നമ്മോട് സംവദിച്ച ശ്രീമതി അജിത ടീച്ചർ സർഗയുടെ പേരിൽ നന്ദി രേഖപ്പെടുന്നു. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാ ജീവനക്കാരോടും സർഗയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. സർഗയുടെ ഈ ഫസ്റ്റത്തെ പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇവിടെ സന്നിധരായിട്ടുള്ളവരും എല്ലാത്തവരുമായിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അതിഥിയുടെ അനുമതിയോടുകൂടി ഈ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ പരിപാടി അവസാനിപ്പിക്കുന്നതായിട്ട് അറിയിക്കും. എല്ലാവരുടെയും കൂടി ഒരു സ്നേഹ സമ്മാനം നമ്മൾ ടീച്ചർക്ക് നൽകുന്നു.